ഹലോ, സ്മിത വ്ലോഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വെള്ളരിക്ക കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. വെള്ളരിക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കണ്ടോ, കട്ട് ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടത് കഴുകി നമ്മൾ വേവിക്കാൻ എടുത്ത് വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരി ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പിന്നെ ആ ചെറിയ തീയിലിരുന്ന് അത് വേകണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും വേണം. ജാറിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല കണ്ണാടി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പ് തിളച്ച് പോകരുത്. ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. തിളച്ച് പോയാൽ പിന്നെ ആ വെള്ളരിക്കയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇത്രയും ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അങ്ങനെ വെള്ളരിക്ക ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കണം. ആ ചൂടോടെ തന്നെ നമുക്ക് ചേർക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.